സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നടക്ക് അമ്മ എനിക്ക് വയ്യ, നല്ല ക്ഷീണമുണ്ട് അമ്മ. ഞാൻ കുറച്ച് കിടന്നോട്ട് ശ്രദ്ധിച്ചാ അത് ശ്രദ്ധിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിച്ചേച്ച് എന്നിട്ട് പോയി കിടന്നുറങ്ങാം. അമ്മ. അമ്മേ, ചേച്ചി അങ്ങനെ പല അനുവാദം ചോദിക്കും, കൊടുക്കണ്ട. ഞങ്ങള് തനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നുണ്ടോ? എന്താ അമ്മ ഇതൊക്കെ? എന്റെ അമ്മ ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂര്യ, ഇത് അല്പം ഓവറാണേ. ആ, തൽക്കാലം അല്പം ഓവറാക്കാൻ തന്നെയാ ഞങ്ങളുടെയൊക്കെ തീരുമാനം. ആ, പിടിക്ക്. സൂര്യ വേണ്ട, ഞാനില്ല. ഇവിടെ മൊത്തം അങ്ങ് തൂത്താ മതി. ഇത്ര ഒന്നും തൂക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. മോളെ, നിന്നെ കൊണ്ട് പറ്റുന്ന പതുക്കെ തൂത്താ മതി. എനിക്ക് വയ്യ ചെയ്തോട്ടാ. തൂത്തേ പറ്റൂ. ചേച്ചിക്ക് ഇവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കാതെ ഒരു മോചനം ഇല്ല. അയ്യേ എന്റെ സിസ്റ്ററെ, ഇത് ഇത്രക്ക് വലിയ ആനക്കാര്യമാണോ? ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിട്ടല്ലേ? സൂര്യ കുഞ്ഞേ, ഈ ചൂലിന് ഇച്ചിരി നീളം കൂടി പോയില്ലേ? ഇല്ല തുടങ്ങിക്കോ. ഇവിടെ നിങ്ങൾ തുടങ്ങിക്കോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കോ. റെഡി സ്റ്റാർട്ട്. എന്താ ഭാവന, ഇങ്ങനെയാണോ തൂക്കുന്നത്? ചുരുങ്ങി ഞാൻ കാണിച്ചത്. ആത്മാർത്ഥമായിട്ട് തൂക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് എന്തുവാടാ ഇത്? ഇത് വയറല്ലേ അമ്മേ? ഇങ്ങനെയും തൂക്കാം. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ? സേതുവട്ടം ചെയ്യുന്ന പോലെ ചെയ്താൽ അതെ, ഇങ്ങനെയും തൂക്കാം. ഇങ്ങനെ ഇങ്ങനെയല്ലേ അമ്മേ? ഓ, ഇങ്ങനെ തന്നെ അമ്മേ. ഇരിക്കട്ടെ. അങ്ങോട്ട് തൂക്ക്. നന്നായിട്ടൊന്ന് കുനിഞ്ഞു തൂക്കുമോളെ. ടീച്ചർ കളിച്ച മതി. പെണ്ണിനെ പിടിച്ച് നീ ആടി. ഞാൻ കാണിച്ചു നീ നിന്നെ കാണിച്ചു കൊടുക്കും മതി. മക്കള് തൂക്ക്. കുഞ്ഞ് പോട്ടെ പോ. മാറി നിക്കടാ അങ്ങോട്ട്.
ഇന്ന് ഭാവന നമ്മൾ ആരും നിർബന്ധിക്കാതെ തന്നെ ഒരുപാട് നടന്നു. മായ അതേതായാലും നന്നായില്ലേ? ഇല്ലേ നമ്മൾ അവൾക്കൊപ്പം ദിവസം നിൽക്കണ്ടേ? ഇല്ലേ അവളെ ഉഴപ്പും. സത്യത്തിൽ ചേച്ചിക്ക് തീരെ വയ്യാത്തോണ്ട് ചെയ്തോട്ടാ. ഭാവനേച്ചിയുടെ ക്യാരക്ടർ നമുക്കൊക്കെ അറിയാലോ. എടാ എന്ന് കരുതി ഡോക്ടർ പറയുന്ന പോലെ ചെയ്യണ്ടേ? അവക്കാണ് ഈ കാര്യത്തിൽ നമ്മളെ നല്ല അറിവുള്ളതല്ലേ? അല്ല അമ്മയോടാ മായ? അമ്മ ആരോ ഫോൺ വിളിച്ച് സംസാരിക്കായിരുന്നു. ചിലപ്പോ ഭാമയായിരിക്കും. അതെ സംസാരിക്കും. ആരാമ്മേ? ഭാമേച്ചിയാണോ? അല്ല, ജയായിരുന്നു. സൂര്യയെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ എന്നെ വിളിച്ചത്. ആ മാനസിക നാളെയാ ഡേറ്റ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഒരു കണക്കിന് അവളുടെ കാര്യം കഷ്ടം തന്നെ അമ്മേ. സൂര്യക്കും ഭാവനയ്ക്കും വേണ്ടി എന്തുമാത്രം ത്യാഗം അവൾ സഹിക്കുന്നേ. ആദ്യം എനിക്കും ദേഷ്യമായിരുന്നല്ലോ. പക്ഷെ അവള് നല്ലവളാ അമ്മേ. എന്റെ സംശയമൊന്നുമല്ല. മാനസി പ്രസവം കഴിഞ്ഞ കുഞ്ഞിനെ സൂര്യക്കും ഭാവനയ്ക്കും കൊടുക്കാതെ വരുമോ? എന്താ അമ്മേ, അങ്ങനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. കുഞ്ഞിനെ ഭാവനയ്ക്ക് കൊടുക്കാതെ പിന്നെ അവരെന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് സേതുട്ടാ. 10 മാസം ചുമന്ന് വയറ്റി കൊണ്ടു നടന്ന കുഞ്ഞിനെ പെട്ടെന്നൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒരമ്മയും തയ്യാറാവത്തില്ല മായേ. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ വേണം കുഞ്ഞിനെ മാനസിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ. അമ്മ പറയും പോലെ നമ്മളിത് ഗൗരവമായിട്ട് ആലോചിക്കണം. ആലോചിക്കാതിരിക്കുന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ഭാവനേച്ചിയല്ലേ? ആണ് ഭരത്തെ, എന്നാലും മാനസി അമ്മയല്ലേ? പൊക്കിൾക്കുടി ബന്ധം മാനസികല്ലേ ഭരത്തെ? ആ ബന്ധം നമുക്ക് ആരെ കൊണ്ട് മുറിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാ ഞാനും ഭാവനയും മാനസ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയപ്പോൾ തടഞ്ഞത്. എന്തായാലും ഇതങ്ങനെ നിസ്സാരമായിട്ട് വലിച്ചെറിയാൻ പറ്റുന്ന ബന്ധമല്ല.